ചില ആൾക്കാർ ജോലിക്ക് പോകത്തില്ല. ഹല്ലേലൂയ. ജോലിക്ക് പോകാതിരുന്നിട്ട് അവർ എന്നെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ജോലിയില്ല. പ്രൈസ്. എന്നാൽ ഇവർ നേരെ ഗൾഫിൽ പോകുമ്പോൾ അവർ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ഹല്ലേലൂയ. എന്നാൽ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു ജോലിയും അവർ ചെയ്യാൻ തയ്യാറല്ല. എന്നാൽ മറ്റു ചിലർ അവർ ഗൾഫിൽ നിന്ന് വന്നിട്ട് വലിയ ജോലിയിൽ ഇരുന്നിട്ട് നാട്ടിൽ വന്നിട്ട് മീൻ കച്ചവടം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡാണ്, എന്ത് ചെയ്താലും ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു ആറ്റിറ്റ്യൂഡാണ്, ഇതൊരു മനോഭാവമാണ്, ഇതൊരു ശീലമാണ്. അവർക്കൊരിക്കലും വിടുതൽ സംഭവിക്കത്തില്ല. കാരണം അവർ മനസ്സുകൊണ്ട് മരണം വരെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ മാറാൻ തയ്യാറല്ല, എനിക്കൊരു മാറ്റം ആവശ്യമില്ല, ഇതെൻ്റെ സ്വഭാവമാണ്, ഇതെൻ്റെ പേഴ്സണാലിറ്റിയാണ്, ഇതെൻ്റെ ഒരു വ്യക്തിത്വമാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവമക്കളെ, ഇന്ത്യ സ്വതന്ത്രമായി ഇന്ന് വരെ വളരെ ചുരുക്കം പേരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുള്ളൂ. നിയമം അറിയാവുന്നവനെ ആരും ഒന്നും ചെയ്യത്തില്ല, എന്നാൽ നിയമം അറിയാത്തവനെ എല്ലാവരും കബളിപ്പിക്കും. ഹല്ലേലൂയ. പ്രൈസ്. അതുപോലെയാണ് ഈ ക്രിസ്ത്യാനിയായി നമ്മൾ മാറുമ്പോഴും യേശുക്രിസ്തുവിൽ നമ്മൾ വരുമ്പോഴും ദൈവത്തിൻ്റെ വചനം ഇവിടെ പൗലോസ് പറയുന്നത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രം. അതായത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പുതിയ നിയമവിശ്വാസികളായ നമ്മെക്കുറിച്ച് ദൈവം പറയുന്നത് നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ.